പുതുമുഖങ്ങളെ രംഗത്തിറക്കിയാണ് ഇത്തവണ LDF കോർപ്പറേഷൻ ഭരണം പിടിക്കാനൊരുങ്ങുന്നത്. എന്നോടൊപ്പമുള്ളത് പൂജപ്പുരയിലെ LDF സ്ഥാനാർത്ഥി ആർച്ചയാണ്. ആർച്ച ഭക്ഷണം കഴിക്കുന്ന തിരക്കാണെന്നറിയാം. എങ്ങനെയുണ്ട് പ്രചാരണം? ഇതുവരെ വളരെ നന്നായിട്ട് പോവാണ്. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മീൻസ് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. സംഘടനാ രംഗത്ത് സജീവമായിട്ട് ആർച്ച ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പെട്ടെന്ന് സ്ഥാനാർത്ഥി വേഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, ഞാനിവിടെ AYFിലൊക്കെ പ്രവർത്തകയായിരുന്നു. ഇവിടെ ചാടിയറ വാർഡിൽ പ്രവർത്തകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു ഇലക്ഷൻ്റെ ഒരു ഇതിൽ ഇച്ചിരി എക്സൈറ്റഡ് ആണ്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ നല്ല റെസ്പോൺസാണ്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റവും എല്ലാം. എവിടെയാണ് പഠിച്ചതൊക്കെ? സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ MA കാലടി സർവകലാശാലയിൽ MA കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ BEd ചെയ്യുവാണ്. BEd ഫൈനൽ ഇയർ ആണ്. BEd ചെയ്യുന്നത് കേരള ഹിന്ദു പ്രചാര സഭയിലാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കൗൺസിലറായി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞോ? ഉറപ്പായിട്ടും. കാരണം ഞാനിപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്ത് ഈ പൂജപ്പുര വാർഡിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ്.